അടുത്ത ശ്രീ മുരളി പെരുന്നെല്ലി, താങ്കൾക്ക് 8 മിനിറ്റ്. സർ, 2025-2026 സാമ്പത്തിക വർഷത്തെ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെ സന്തോഷപൂർവ്വം പിന്തുണയ്ക്കുന്നു. സർ, കേന്ദ്ര BJP സർക്കാർ സാമ്പത്തിക കെണിയിലാക്കി സംസ്ഥാന സർക്കാരിനെ ദ്രോഹിക്കുമ്പോൾ അതിനെതിരെ ഒരക്ഷരം ഉരിയാടാതെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ നെറുകേട് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് മലയാള മക്കൾ എന്നുള്ള കാര്യം നന്നായിട്ട് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. സർ, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി RSS നേതാവിൻ്റെ ചിത്രത്തിൻ്റെ മുന്നിൽ നട്ടെല്ല് വളച്ചും അതുപോലെ കാവടിയാടിയും തമ്മിലടിച്ചും കഴിയുന്ന നിങ്ങളൊരു മൂലക്കിരുത്താൻ കേരള ജനത നിശ്ചയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് നന്നായി അറിയാവുന്ന നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലു ഹൈക്കമാൻഡിന് റിപ്പോർട്ടും കൊടുത്തു. 3ാം തവണയും കോൺഗ്രസ് കേരളത്തിൽ തോൽക്കുമെന്നുള്ള റിപ്പോർട്ടും കൊടുത്തത് അതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ്. സർ, ഹാട്രിക് പരാജയം സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത പ്രതിപക്ഷത്തിൻ്റെ മരണവെപ്രാളമാണ് നിയമസഭയ്ക്കകത്തും പുറത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. രൂക്ഷമായ തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കാർഷിക പ്രതിസന്ധി തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത കേന്ദ്ര ബജറ്റിന് ബദലായി വികസന ക്ഷേമ പ്രവർത്തനങ്ങളാൽ ഇന്ത്യ എന്നൊരമ്മ പെറ്റ മക്കളാണ് ഞങ്ങളും എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളീയ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറാൻ സഹായിക്കുന്ന ബജറ്റാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി ധനമന്ത്രി അവതരിപ്പിച്ചത്. കല്ലുവെച്ച നുണകൾ കൊണ്ട് ആക്രമിച്ചു എന്നല്ലാതെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ഇതിനെ എതിർക്കാൻ കഴിയാത്തതിൻ്റെ ജാള്യത നിങ്ങളുടെ മുഖത്ത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സർ, കേരളമെന്ന പേർ കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പാടിയ മഹാകവിയുടെ നാടാണ് നമ്മുടെ പ്രിയപ്പെട്ട കേരളം. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ഞരമ്പുകളിൽ ചോര തണുത്തുറഞ്ഞപ്പോൾ ഏകദേശം കാവി നിറമായി മാറിയിരിക്കുകയാണ്. സർ, മോദി സർക്കാരിൻ്റെ ഞരമ്പുകളിലാണെങ്കിൽ ചോര തിളച്ച് ഞരമ്പ് പൊട്ടി ചോര വാർന്നൊഴുകി കണ്ണിൽ ചോരയില്ലാത്ത ഒരു സമീപനത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റും പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ആ ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സമീപനം നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്തരം കണ്ണിൽ ചോരയില്ലാത്ത നിലപാടുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ എന്നൊരക്ഷരം മിണ്ടാൻ കഴിയാതെയാണ് പ്രതിപക്ഷം BJPക്ക് ഇവിടെ കൊടപിടിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സർ, ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ തല ഉയർത്തി നിൽക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോട് ശത്രുതാപരമായ നിലപാടെടുത്ത് മോദി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനു മുന്നിൽ നട്ടെല്ല് വളയ്ക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നിലപാടെടുത്ത് നവകേരളം കെട്ടിപ്പടുക്കാൻ മുൻകാല സാമ്പത്തിക പ്രതിബന്ധങ്ങളാകമാനം തന്നെ മറികടന്ന് നവകേരളത്തിന് പുതുവഴികൾ തുറന്നു കൊടുത്തുകൊണ്ടാണ് CPMൻ്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചത്. അതിൽ അവർ അല്പം അസ്വസ്ഥതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയും. സർ, കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിന് ശ്വാസം മുട്ടിക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾ നിശബ്ദരാകുകയാണ്. വയനാട് ദുരന്തബാധിതരോട് പോലും ഈ ക്രൂരത നമുക്ക് കാണാൻ കഴിയും. കേന്ദ്രത്തോട് ഹൈക്കോടതി പോലും ആവശ്യപ്പെടുന്ന എന്താണ്? ദുരന്തബാധിതരുടെ കടം എഴുതി തള്ളണം. 6 മാസം കാത്തിരുന്ന് അവസാനം കുറേ കടം എന്ന രൂപത്തിൽ പണം അനുവദിച്ച് അത് 1.5 മാസം കൊണ്ട് ചെലവഴിക്കണമെന്ന് പറഞ്ഞ നിലപാടിനെയും ഹൈക്കോടതി അസാധ്യമെന്ന നിലയിലാണ് ഹൈക്കോടതി പോലും പറയേണ്ടി വന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ പ്രതിപക്ഷത്തിന് അത് പറയാൻ പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമില്ല. സർ, നമ്മുടെ ആരോഗ്യ മേഖല, കേരളത്തിൻ്റെ ആരോഗ്യ മേഖല എല്ലാവർക്കും ആരോഗ്യം എന്ന നിലയിലേക്ക് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും ശക്തമായ നിലയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് സൗജന്യ ചികിത്സയ്ക്കായി പ്രതിവർഷം 1600 കോടി രൂപ ചെലവഴിക്കുന്ന സംസ്ഥാനം നമ്മുടെ ഈ കേരളമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്ത് നമുക്കത് കാണാൻ കഴിയില്ല. ഇവിടെ ഓക്സിജൻ പോലും കിട്ടാതെ പിഞ്ചു കുട്ടികൾ പോലും മരിച്ചു വിടുന്ന സംസ്ഥാനങ്ങൾ നമ്മൾ ഇന്ത്യ രാജ്യത്ത് കാണുകയാണ്. UDF ഭരണത്തിൽ ഒരാൾക്ക് ചികിത്സാ ധനസഹായം ഇൻഷുറൻസ് മേഖലയിൽ വെറും 30,000 രൂപയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ LDF അധികാരത്തിൽ വന്നതോടെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു. ഇൻഷുറൻസ് ധനസഹായം 5 ലക്ഷം രൂപയാക്കി ഉയർത്തുന്ന നിലയിലേക്ക് വന്നു. നേരത്തെ ഇവിടെ പറഞ്ഞാണ് 2024 6.45 ലക്ഷം ക്ലെയിമുകൾ കൊടുത്തു തീർത്തു എന്നതാണ് കണക്കുകൾ തന്നെ കാണിക്കുന്നത്. സമഗ്ര ലബോറട്ടറി പരിശോധനകൾ താഴെത്തട്ട് ഉറപ്പുവരുത്താൻ വേണ്ടി സർക്കാർ ലാബുകളെ ബന്ധിപ്പിച്ച് നിർണയ ലബോറട്ടറി ശൃംഖല പ്രവർത്തനം ഇപ്പോൾ പ്രവർത്തനക്ഷമമാകുന്ന സ്ഥിതിയിലേക്കാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആയുർവേദം, ഹോമിയോപ്പതി, യോഗ, പ്രകൃതി ചികിത്സ, സിദ്ധ, യുനാനി എന്നിവ ഉൾപ്പെടുന്ന ആയുഷ് ആരോഗ്യ ശാഖകളെ സംബന്ധിച്ച് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് നടത്തിയ ദേശീയ ആയുഷ് സാമ്പിൾ സർവേയിൽ നമ്മുടെ പ്രിയപ്പെട്ട കേരളം മുന്നിലാണ്. സർ, ആയുഷ് മേഖലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ സർവേ ബലം. ഈ മേഖലയിൽ ബജറ്റ് വിഹിതത്തിൽ മുൻകാലങ്ങളെക്കാൾ 3 ഇരട്ടിയാണ് വർധനവ് ഉണ്ടാക്കിയിരിക്കുന്നത്. മത്സ്യ ലഭ്യത നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വർധനയ്ക്കായി മത്സ്യമേഖലയിൽ മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി ഫിഷറീസ് വകുപ്പ് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ KSRTC ഡെപ്പോകളുടെ മുഖച്ഛായ തന്നെ മാറുകയാണ്. KSRTC നഷ്ടത്തിലായിരുന്നത് അതിന് കരകയറി മുന്നോട്ട് പോകുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ KSRTC മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കാലഘട്ടത്തിൽ
28 പുരസ്കാരങ്ങളാണ് അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും നമ്മുടെ ആരോഗ്യ മേഖലയിൽ കേരളം നേടിയത്. അതിൻ്റെ പട്ടിക നിരത്തുമ്പോൾ സമയം ഒരുപാട് പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് മേശപ്പുറത്ത് കാഴ്ച പരിമിതർക്കായി സജ്ജമാക്കിയ സേവനത്തിന് പ്രത്യേക ആരോഗ്യ ഇതിലുണ്ട്. അതുപോലെ അനുവദിച്ച തുക പൂർണ്ണമായും വിനിയോഗം നടത്തിയ സംസ്ഥാനം നമ്മുടെ പ്രിയപ്പെട്ട കേരളമാണ്. മറ്റ് ഇതിലേക്ക് കടക്കുകയല്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കല്ലുവെച്ച കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരത്തിലേക്ക് ജനങ്ങളെ തള്ളിവിട്ടുകൊണ്ട് പരമാനന്ദം കൊള്ളുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നുള്ളത് വളരെ നിർഭാഗ്യകരമാണ് സർ. ഇവിടെ ചാർലി ചാപ്ലിൻ്റെ ഒരു വാചകം ഓർമ്മ വരികയാണ്, ഹർട്ട് സം വൺ വിത്ത് ട്രൂത്ത് ബട്ട് നെവർ മേക്ക് ദം ഹാപ്പി വിത്ത് എ ലൈ. അതായത് നുണ കൊണ്ട് ഒരിക്കലും ഒരാളെ സന്തോഷിപ്പിക്കാൻ മെനക്കെടരുത്. നിങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ, നുണപ്രചരണങ്ങൾ തട്ടിവിട്ടുകൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കാം. അവർ ജനങ്ങളെ സന്തോഷിപ്പിക്കാനുള്ള ചെയ്യുന്നത് എന്നുള്ള വേറൊരു കാര്യം. അത് കുത്തക മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി നിരവധി നുണകളാണ് നമ്മുടെ നാട്ടിലാകെ പ്രതിപക്ഷം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പോകുന്നില്ല. അത് ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്ന കാര്യമുണ്ട്, ബൈബിളിൻ്റെ ഖുറാനിൻ്റെ ഇടയിൽ സ്വർണം കൊണ്ടുവന്ന കള്ളക്കഥകളുണ്ട്. അതുപോലെ നിരവധി കഥകൾ. ഇപ്പോൾ ഏറ്റവും അധികം ആശാ വർക്കർമാരുടെ ആ സമരവുമായി ബന്ധപ്പെട്ട് അവരുടെ ഓണററിയുമായി ബന്ധപ്പെട്ടുള്ള കള്ള പ്രചാരവേലകൾ, അങ്ങനെ നുണകളുടെ ഒരു കുത്തിയൊഴുക്കാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നു വരുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രചരണത്തിൽ സന്തോഷിക്കുന്നവർ ജനങ്ങളല്ല. പ്രതിപക്ഷം നടത്തുന്ന ആ കള്ള പ്രചാരവേലകളിൽ സന്തോഷിക്കുന്നവരാരാണ്? അത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. കേന്ദ്ര ഗവൺമെൻറ് മാത്രമല്ല, ആ കേന്ദ്ര ഗവൺമെൻറ്റിനെ താങ്ങി നിർത്തുന്ന ഇന്ത്യയിലെ കോർപ്പറേറ്റ് കുത്തകകളാണ്. ആ കുത്തകകളാണ് അവരെ പിൻബലത്തോടാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാലോ, ഇതിൻ്റെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കഥ വരുമ്പോൾ കോടാനുകോടി രൂപ കിട്ടിയവർ ആരൊക്കെയാ എന്നുള്ളത് ആ രണ്ടു കൂട്ടും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരും ജനങ്ങളെ കൊള്ള ചെയ്ത് കൊഴുത്തു തിരിക്കുന്ന വൻകിട കോർപ്പറേറ്റുകളുമാണ്. അപ്പോൾ ഒരു ഹാട്രിക് വിജയത്തിലേക്കുള്ള കുതിപ്പിലേക്കാണ് കേരളം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഹാട്രിക് കുതിപ്പിൽ തടുക്കാൻ ആര് വിചാരിച്ചാൽ, ഈ അശ്വമേധത്തെ തടുക്കാൻ ആര് വിചാരിച്ചാലും കഴിയാത്തൊരവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. ആരോഗ്യ മേഖല, അതുപോലെ ഗതാഗത മേഖല, അതിന് മറ്റ് പല മേഖലകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ ഹാട്രിക് വിജയത്തേക്കുള്ള ഈ കുതിപ്പിൽ കേരളം അത് വിജയിക്കും എന്ന കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. ആര് എന്ത് നുണപ്രചരണം നടത്തിയാലും ഒരു മൂന്നാം വിജയത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം മുന്നോട്ട് പോകുമെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ചുറപ്പിച്ച് കഴിഞ്ഞ കാര്യമാണ്. അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെ, പഞ്ചായത്ത് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളെ ഫലം തന്നെ കാണിക്കുന്നത് തന്നെയാണ്. വലിയ ഒരു വിജയമാണ് കേരളത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നേട്ടമുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ ഹാട്രിക് വിജയത്തിലേക്കുള്ള കുതിപ്പിലേക്ക് കേരളം മുന്നോട്ട് പോകുമ്പോൾ അതിനെ തടുക്കുന്നതിന് വേണ്ടി ഈ നുണപ്രചരണങ്ങൾ അവസാനിപ്പിച്ച് ജനങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി പ്രതിപക്ഷം തയ്യാറാകുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുക എന്നല്ലാതെ കുത്തകളുടെ മറ്റുള്ളവരുടെയൊക്കെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാതെ മുന്നോട്ട് പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥികളെ വളരെ സന്തോഷപൂർവ്വം പിന്തുണയ്ക്കുന്നു സർ.